VS-ന് മറുപടിയുമായി ആർ ബാലകൃഷ്ണപിള്ള രംഗത്ത്. തന്നെ സവർണനെന്നും അവർണനെന്നും മുദ്രകുത്തി മാറ്റി നിർത്താനാവില്ല എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. താൻ സവർണൻ്റെയും അവർണൻ്റെയും പ്രതിനിധിയാണ്. തന്നെക്കുറിച്ച് അറിയുന്നവർക്ക് ഈ കാര്യം വ്യക്തമായി അറിയാമെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. തന്നെ ഏതെങ്കിലും ഒരു കള്ളിയിലേക്ക് മാറ്റി നിർത്താൻ ആർക്കുമാവില്ല. കാരണം വർഷങ്ങളായി തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും തൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അറിയുന്നവർക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ അറിയുന്നവർക്ക് അറിയാം താൻ എന്ത് നിലപാടാണ് ജീവിതത്തിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും പുലർത്തിയത് എന്നാണ് ബാലകൃഷ്ണപിള്ള ഇപ്പോൾ പറയുന്നത്. അത് ഏതെങ്കിലും സവർണന് അനുകൂലമായോ അല്ലെങ്കിൽ അവർണന് അനുകൂലമായോ അല്ല. രണ്ടുപേർക്കും നീതി കിട്ടണം എന്നുള്ള രാഷ്ട്രീയമാണ് താൻ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പഴയ കാലത്തായാലും തൻ്റെ ആദ്യകാലം മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അത്തരമൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ അതേ നിലപാടിൽ തന്നെയാണ് താൻ നിൽക്കുന്നത്. സവർണൻ്റെയോ അവർണൻ്റെയോ ഭാഗമായിട്ടല്ല, മാത്രമല്ല രണ്ടുപേരുടെയും ഭാഗമായിട്ടാണ്, അവരുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് താൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ കേരള കോൺഗ്രസ് ബി ഇടതുമുന്നണിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇടതുമുന്നണിയുമായി തങ്ങൾക്ക് ബന്ധമുണ്ട്. ഇപ്പോഴത്തെ മുന്നണി പ്രവേശം LDF-ലെ ഘടകകക്ഷിയാക്കാനുള്ള LDF-ന്റെ തീരുമാനം ഒരു സാങ്കേതികത മാത്രമാണ്. അത്തരമൊരു സാങ്കേതികത്വം മാത്രമാണ് ഇപ്പോഴുണ്ടായിരുന്നത്. വർഷങ്ങളായി LDF-ഉമായി ഇടതുമുന്നണിയുമായി താനും തൻ്റെ പാർട്ടിയും സഹകരിച്ചു വരികയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലടക്കം തൻ്റെ നിലപാട് LDF-ന് അനുകൂലമായി. അത് വലിയ വിജയസാധ്യത പല വാർഡുകളിലും ഉണ്ടാക്കിയെന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. വർഗീയ കക്ഷികൾക്കുള്ള ഇടത്താവളമല്ല ഇടതുമുന്നണി എന്നാണ് VS-ന്റെ പ്രതികരണം. അതിന് മറുപടിയായാണ് ബാലകൃഷ്ണപിള്ള ഇത്രയും പറഞ്ഞു നിർത്തിയത്. സവർണ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയുമുള്ളവർ മുന്നണിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും VS പറഞ്ഞു. കാലഹരണപ്പെട്ട ആചാരങ്ങളും സവർണ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയും വർഗീയതയും വെച്ച് പുറത്തുന്നവരുടെ ഇടത്താവളമല്ല ഇടതുമുന്നണി എന്നാണ് VS-ന്റെ നിലപാട്. ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി വിശകലനം ചെയ്ത ശേഷം തയ്യാറാക്കിയ ശബരിമല വിധിയെ എതിർക്കുന്നവരുണ്ട്. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ ശബരിമലയിൽ പോകരുതെന്ന പ്രസ്താവന നടത്തിയവർക്ക് മുന്നണിക്ക് ബാധ്യതയാകുമെന്നും ബാലകൃഷ്ണപിള്ളയുടെ പേര് എടുത്തു പറയാതെയാണ് VS വിമർശിച്ചത്. എന്നാൽ VS-ന്റെ ഇത്തരമൊരു പ്രസ്താവന തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. അദ്ദേഹം VS എന്താണ് പറഞ്ഞത് എന്ന് തനിക്കറിയില്ല, അറിഞ്ഞതിന് ശേഷം മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് നിലപാട്. VS-ന്റെ പരോക്ഷമായ വിമർശനം താൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ നിലപാട്. ഏതായാലും ഇടതുമുന്നണിയെ തള്ളിപ്പറയാൻ താനില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ താൻ ഇടതുമുന്നണിക്കൊപ്പമുണ്ട്. അവർണൻ്റെയും സവർണൻ്റെയും പ്രതിനിധിയായിട്ടാണ് കേരളം തന്നെ കാണുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു കള്ളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചതുരത്തിലേക്ക് തന്നെ ഒതുക്കാൻ കഴിയില്ല. VS-ന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ല. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ബാലകൃഷ്ണപിള്ള പ്രതികരണമായി പറഞ്ഞത്.